ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് നമ്മൾ സത്സംഗം എടുത്തില്ല, കുറച്ച് യാത്രയിലായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി, ജയ ഗോപി ജന വല്ലഭ ജയോ ഗിരിവരധാരി, ജയോ ഗിരിവരധാരി, ജയോ യശോദാനന്ദന ജയോ വ്രജജനരഞ്ജന, ജയോ യശോദാനന്ദന ജയോ വ്രജജനരഞ്ജന, ജയോ യമുനാതീരവനചാരി, ജയോ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓമജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വൽപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഗണരഘുനാഥാം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം സ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനി നമാചാര്യപാദായ നിതായ ഗൗരകഥാധാമധായ നഗ്രഗ്രാമധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ ശ്രീവാർഷവാനവീ ദേവി ലളിതായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭുവേ നമഃ. മാധുര്യോജ്വല പ്രേമാഭ്യ ശ്രീരൂപാനുഗഭക്തിഗ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവൃതപസിദ്ധാന്തവൃന്ദഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്ലവംബ്രസാംഭൂലേ പാദാംബുജായ തേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായ തേ. ഗൗരാവിർഭാവഭൂമൈസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമാ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായ തേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമിനേ ഗൗരകൃസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിം. हे कृष्णा करुणा सिंधो दीनबंधो जगत्पते
गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते। जयदां सुरदो पङ्गोर्मम मन्दमतेर्गतिमत्सर्वस्य पादां भुजो राधामदनमोहनो दिव्यत्वन्दारण्यकल्पद्रुमदा श्रीमद्रत्नागारसिंहासनस्थो श्रीमद् राधा श्रीलगोविन्ददेवो कृष्णानभिसेव्यमानो स्मरामि। श्रीमन्दासरसारङ्गी वंशीपडत्तरस्थिता कर्षन्वेणुस्वनेर्गोपीर्गोपीनाथश्रियस्तुना तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुश्रीदेवी प्रणमामि हरिप्रिये। जय श्रीकृष्णचैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर शिवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे। मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। हरि ओं तत्सत्। ശ്രീമദ് ഭാഗവത്തിലെ മൂന്നാമത്തെ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം സനത്കുമാര ഋഷികളെ സൃഷ്ടിച്ചതായിട്ട് ഇവിടെ പറയുകയാണ് മൈത്രേയ ഋഷി വിദുരരോട്. അത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു, കഴിഞ്ഞ സത്സംഗത്തിൽ. അഞ്ചാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. താൻ ഭവാഷേ സ്വഭൂപുത്രാൻ പ്രജാസൃജത പുത്രക തന്നൈച്ഛാൻ മോക്ഷധർമാണോ വാസുദേവപരായണ. അന്നേരം 4 കുമാരന്മാരെ സൃഷ്ടിച്ചതിന് ശേഷം ബ്രഹ്മദേവൻ അവരോട് പറഞ്ഞു, പ്രിയ മക്കളെ, പ്രജാസൃഷ്ടി കൊണ്ടുപോകും മുന്നോട്ട്, പക്ഷേ വാസുദേവപരായണ, അവർക്ക് ഭഗവാനോടായിരുന്നു കൂടുതൽ താല്പര്യം. ആർക്ക്? സനത്കുമാര ഋഷികൾക്ക്. അതുകൊണ്ട് സൃഷ്ടികർമ്മങ്ങളിൽ തീരെ താല്പര്യമില്ല, അവർക്ക് മോക്ഷത്തിലായിരുന്നു താല്പര്യം. അതുകൊണ്ട് അവർ താല്പര്യമില്ല, അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. താൻ ഭവാസേ സ്വഭൂപുത്രാൻ പ്രജാസൃജത, പ്രജകളെ സൃഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞു. പുത്രക തത് ന ഐച്ഛാൻ, നമുക്കതിൽ താല്പര്യമില്ല. മോക്ഷധർമാണ, മോക്ഷത്തിലേക്ക് ഉറച്ചു നിൽക്കുകയാണ്. വാസുദേവപരായണ, യഥാർത്ഥ മോക്ഷം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് എത്തുക എന്നതാണ്. അന്നേരം അതിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് നമുക്ക് സൃഷ്ടികർമ്മങ്ങളിൽ താല്പര്യമില്ല എന്നാണ് ഇവിടെ 4 കുമാരന്മാർ ബ്രഹ്മദേവനോട് പറഞ്ഞത്. അന്നേരം കഴിഞ്ഞ സത്സംഗത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. ചില വ്യക്തികൾ പറയും, നിരീശ്വരവാദികളായിട്ടുള്ള വ്യക്തികൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നന്നായി ഭക്ഷണം കഴിക്കുക, നന്നായി സുഖസൗകര്യത്തോടു കൂടി ജീവിക്കുക, പിന്നെ ആരെയും ദ്രോഹിക്കാതെ ഇരിക്കുക എന്ന് പറയും. പക്ഷേ അവരുടെ കാര്യം വരുമ്പോൾ മറ്റുള്ളവരെ ദ്രോഹിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പൊതുവെ ജീവിത രീതി. അതായത് അവർക്ക് ഭക്തി, ഈശ്വരൻ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാനോ അറിയാനോ താല്പര്യമില്ല, അതിനുള്ള സമയമില്ല എന്നാണ് അവർ കരുതുന്നത്. അങ്ങനെയാണ് പൊതുവെ നിരീശ്വരവാദികൾ. ഇനി ഈശ്വര വിശ്വാസത്തിലിരിക്കുന്നവരും അവരും വിചാരിക്കുന്നത് മോക്ഷമൊക്കെ ആര് കണ്ടു, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി പരിശീലിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നന്നായി നമുക്ക് അന്നത്തിന് മുട്ടുണ്ടാവരുത്, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം, ചിലവൊക്കെ നടന്നു പോകണം, ഫ്യൂച്ചറും നല്ല സെക്യൂർ ആയിരിക്കാം, കുട്ടികളുടെ കാര്യം നമ്മുടെ കാര്യം, പിന്നെ കിടപ്പിലാക്കരുത് ഭഗവാൻ. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയിലാണ് പൊതുവെ എല്ലാവരും ഇരിക്കുന്നത്. ഈ 2 രീതിയിലുള്ളതാണ് നമ്മൾ കൂടുതലും കാണും. പിന്നെ ചില വ്യക്തികൾ മോക്ഷത്തിൽ താല്പര്യമുള്ളവർ എന്താണ്, ഇപ്പോൾ നമ്മൾ മാക്സിമം കാര്യങ്ങളും ചെയ്യുക, അവസാനം എന്ത് ചെയ്യുക,
അങ്ങ് ഭഗവാനിലേക്ക് പോയി ലയിക്കുക. അതാണ് മോക്ഷം. ഇത് മൂന്നിനും അപ്പുറത്താണ് വാസുദേവ പാരായണം. അതായത് പരമോന്നത ലക്ഷ്യമായ ഭഗവാന്റെ ലോകത്തേക്ക് പ്രവേശിക്കാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ. പക്ഷെ അവർ അവിടെ ചെന്നിട്ട് സേവനം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയല്ല. ഇവിടെ ഇരിക്കുമ്പോഴേ സേവനം ചെയ്തെങ്കിൽ മാത്രമേ അവിടെ സേവനം ചെയ്യാൻ പറ്റൂ. അതായത് എനിക്ക് വൈകുണ്ഠത്തിൽ പോകണം എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് മാത്രം കാര്യമില്ല. ഗോലോകത്ത് പോകണം എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് മാത്രം കാര്യമില്ല. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഭഗവാന് വേണ്ടി എത്രത്തോളം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നോ അത്രത്തോളം ഭഗവാന്റെ ലോകത്ത് പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഈ ലോകത്ത് നമ്മുടെ ശരീരവും മനസ്സും വാക്കിനെയാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. ഇത് ഭഗവാന് വേണ്ടി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ കഴിയും. നമ്മൾ ഭഗവാന്റേതായിട്ട് മാറണം. നമുക്ക് നമ്മളെ ഭഗവാന് വേണ്ടി കൊടുക്കാൻ ആ ഒരു തലത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ നമ്മുടേതായിട്ട് കരുതുന്നത് എല്ലാം ഭഗവാന് വേണ്ടി ഉപയോഗിക്കണം. അപ്പം നമ്മൾ നമ്മളെ ഭഗവാന് വേണ്ടി സമർപ്പിക്കണം. അന്നേരം ഭഗവാന് നമ്മുടെ ശരീരം വേണ്ട, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുവകകളൊന്നും വേണ്ട, നമ്മുടെ മനസ്സും വേണ്ട, വാക്കുകളും വേണ്ട. ഭഗവാന് നമ്മൾ ആത്മാവിനെ മാത്രം മതി. എന്തുകൊണ്ട്? നമ്മളിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനാണോ? അവിടെ ഭഗവാന്റെ ലോകത്ത് എന്തെങ്കിലും കുറവുണ്ടായതുകൊണ്ടാണോ? അല്ല. അവിടെ എത്തിയാലേ നമ്മൾ സുരക്ഷിതരാകും. ഇവിടെ എന്താണ് അസുരക്ഷിതത്വം? നമ്മൾ വെറുതെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കും. ഈ ലോകത്ത് നമ്മൾ എന്ത് ചെയ്താലും ഒരു സത്പ്രവൃത്തിയാണെങ്കിൽ പോലും അതിലൂടെ നമുക്ക് ഈ ലോകത്തിൽ ഇരിക്കാൻ ഉദ്ദേശം വെക്കുന്നിടത്തോളം കാലം ദുഃഖമേ ലഭിക്കും. നമ്മൾ ഭഗവാന് വേണ്ടി പ്രചരണം ചെയ്യാൻ ആഗ്രഹിച്ചാൽ പോലും ദുഃഖമേ വരും. പക്ഷേ രണ്ട് ദുഃഖവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന ദുഃഖത്തെക്കാട്ടിയും ശ്രേഷ്ഠമാണ് ഭഗവാന്റെ സന്ദേശം കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ദുഃഖം അനുഭവിക്കുന്നത്. നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള കർമ്മ ദുരിതങ്ങൾ കുറെ കുറഞ്ഞു കിട്ടും. അതുകൂടാതെ ഭഗവാൻ അതിൽ നമ്മളിൽ സന്തുഷ്ടനാവും. കാരണം എന്താ? ഭഗവാന് വേണ്ടിയാണ് നമ്മൾ ആ ത്യാഗം ചെയ്യുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ഗവൺമെൻറ്റിൽ നിന്ന് കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടും. എന്തുകൊണ്ട്? ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഗവൺമെൻറ്റാണ് ഭഗവാൻ. അന്നേരം ഭഗവാന്റെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമം നടത്തുമ്പോൾ ഭഗവാൻ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷിക്കും. ഭഗവാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന ഭഗവാൻ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു പരിശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞാൽ സ്വന്തം നിലനിൽപ്പ് പോലും നോക്കത്തില്ല. അങ്ങനെയാണ് നമ്മുടെ പ്രഭുപാദ്ജിയും ഗുരു മഹാരാജും അങ്ങനെയുള്ള പ്രഭുപാദ്ജിയുടെ അനേകം ശിഷ്യന്മാരും അങ്ങനെ തന്നെയാണ്. അവരവരുടെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിക്കാതെ പ്രചരണത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അവർക്ക് എന്ത് ലഭിച്ചാലും, എന്ത് വസ്തുവകകൾ ലഭിച്ചാലും അവരുടെ ശരീരം, അവരുടെ മനസ്സ്, അവരുടെ വാക്ക്, അവർക്ക് ലഭിക്കുന്ന എല്ലാ വസ്തുവകകളും ഭഗവാന് വേണ്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഭൗതിക ലോകത്തുള്ളവർ ടെൻഷൻ അടിക്കുന്ന പോലെ ഭഗവാന്റെ പരിശുദ്ധ ഭക്തനും എപ്പോഴും ടെൻഷനിലായിരിക്കും. ഭഗവാന്റെ സേവനം എങ്ങനെ കൂട്ടണം, എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം, കൂടുതൽ പേർക്ക് എങ്ങനെ ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള അവസരം നൽകണം, കൂടുതൽ പേർക്ക് എങ്ങനെ പ്രചോദനം കൊടുക്കണം, എങ്ങനെ അവരെ ഈ ഭക്തിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരണം, ഉള്ള ഭക്തരെ എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാം ഭക്തിയിൽ. എന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ചില വ്യക്തികൾ അവരെ തെറ്റിദ്ധരിക്കും. അവർ വിചാരിക്കും അവരുടേതായിട്ടുള്ള കാര്യസാധ്യത്തിന് വേണ്ടി ഇവർ പ്രചരണം ചെയ്യുകയാണ് എന്ന് എല്ലാവരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. കാരണം പുറം ലോകത്ത് നമുക്ക് അങ്ങനെ കള്ള സന്യാസിമാരെയും സ്വാമിമാരെയും കാണാൻ പറ്റും. കുറേ ശിഷ്യരെ ഉണ്ടാക്കുന്നു, അവരുടെ കാശെടുക്കുന്നു, എന്നിട്ട് അവരെ അടിമകളെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നു. അന്നേരം നമ്മൾ ഭക്തരെ നോക്കുമ്പോഴും അതേപോലെ ആയിരിക്കും. അന്നേരം ശിഷ്യര് ഗുരുവിന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, അവരുടെ ജീവിതം സമർപ്പിക്കുന്നു. ഇത് കാണുമ്പോൾ പുറമേ നോക്കുമ്പോൾ മറ്റുള്ളവരെ പോലെ തന്നെ തോന്നും. ഏതൊരു ആശ്രമം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്വാമി കാണും, സ്വാമിയുടെ കുറച്ച് ശിഷ്യരും കാണും. സ്വാമി എല്ലാവരുടെയും കാശ് മേടിക്കും, എന്നിട്ട് വലിയ വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ തന്നെയായിരിക്കും എവിടെ നമ്മൾ നോക്കിയാലും. പക്ഷേ രണ്ടും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കള്ളസ്വാമിമാരാണെങ്കിൽ അവർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയായിരിക്കും എല്ലാം ഉപയോഗിക്കുന്നത്. തിരിച്ച് നമുക്ക് കിട്ടുന്ന യഥാർത്ഥ
പ്രസ്ഥാനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഭഗവാനുമായിട്ടുള്ളൊരു ബന്ധമായി. അത് നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താം? ഏറ്റവും കുറഞ്ഞ പക്ഷം 4 നിയമങ്ങൾ പാലിക്കുന്ന വ്യക്തിയായിരിക്കണം ഒരു സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ടും വർജിക്കണം, ലഹരി പദാർത്ഥങ്ങൾ പാടില്ല, അവിഹിത ബന്ധങ്ങൾ പാടില്ല, കാശിനോട് ആർത്തി പാടില്ല. പ്രത്യേകിച്ച് കാശ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അവരുടെ പേരിനെ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയാണോ അതോ കൂടുതൽ പേർക്ക് ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള അവസരം നൽകാൻ വേണ്ടിയാണോ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ശില പ്രഭുപാദ് ലോകമെമ്പാടും ഇപ്പോൾ ഏകദേശം 1000-ൽ പരം സെൻറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം പ്രഭുപാദ് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് റെഡിയാക്കിയതാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യരും. അതിലൂടെ ഇന്നും ഒരുപാട് പേർക്ക് അവരുടെ ജീവിതം നല്ലതിനായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അന്നേരം വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിവേചന ബുദ്ധി നമുക്ക് വേണം. അതായത് ഈ ലോകത്ത് കള്ളനോട്ടും ഒറിജിനൽ നോട്ടും ഉണ്ട്. അന്നേരം നമ്മൾ കണ്ടത് കള്ളനോട്ടാണെന്ന് പറഞ്ഞ് ഒറിജിനൽ നോട്ടും കള്ളനോട്ട് ആകണമെന്നില്ല. കള്ളനോട്ടിനെ പോലെ ആയിരിക്കും ഒറിജിനൽ നോട്ടും. അന്നേരം അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കള്ളനോട്ടാണെന്ന്. അന്നേരം ഒറിജിനൽ നോട്ടിനെ തിരിച്ചറിയുക. ഇനി കള്ളനോട്ടാണ് എല്ലായിടത്തും എന്ന് പറഞ്ഞ് ഒറിജിനൽ നോട്ടിനെ ഉപേക്ഷിക്കുന്നതല്ല ബുദ്ധി. വ്യാജ ഡോക്ടർമാരുണ്ട് എന്നതിൻ്റെ പേരിൽ ഒരു രോഗത്തിന് ചികിത്സ തേടാതിരിക്കുന്നതല്ല ബുദ്ധി, അല്ലേ? യഥാർത്ഥ ഡോക്ടറെ കണ്ടുപിടിക്കുക. അതേപോലെ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി ഒരു യഥാർത്ഥ ഗുരു പരമ്പരയെ നമ്മൾ അന്വേഷിച്ച് സ്വീകരിച്ചാൽ നമ്മുടെ വഴി, ആധ്യാത്മിക പുരോഗമനത്തിനുള്ള വഴി ആരംഭിക്കുകയാണ്. അന്നേരം ഇവിടെ അതാണ് നമ്മൾ 4 കുമാരന്മാരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ ഭഗവാന്റെ ശക്തി ആവേശ അവതാരമാണ്. അന്നേരം നമ്മുടെ ഈ ഭൂലോകത്തിനപ്പുറത്തായിട്ട് ഭുവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം. തപോലോകത്താണ് സനത്കുമാര ഋഷികൾ ഇരിക്കുന്നത്. 4 സമ്പ്രദായങ്ങളിൽ ഒരു സമ്പ്രദായം പ്രത്യേകിച്ച് സനത്കുമാര ഋഷികളിലൂടെ വരുന്നുണ്ട്. കുമാര സമ്പ്രദായം എന്ന് പറയും. അന്നേരം ആ ഒരു ബ്രഹ്മസമ്പ്രദായം, ശ്രീ സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, കുമാര സമ്പ്രദായം. അന്നേരം ഭഗവാൻ സനത്കുമാര ഋഷികൾക്ക് കൊടുത്ത അറിവുകളിലൂടെ ഒരു പരമ്പര തന്നെ വരുന്നു. അന്നേരം ആധികാരികമായിട്ടുള്ള ഒരു ഗുരു ശിഷ്യ പരമ്പരയാണ് സനത്കുമാര ഋഷികളിലൂടെ വരുന്നത്. അന്നേരം ബ്രഹ്മദേവന്റെ ആദ്യത്തെ സൃഷ്ടിയാണ് സനത്കുമാര ഋഷികൾ. അവർ 4 ഋഷികളാണ്, 4 ജീവാത്മാക്കളാണ്. അവരുടെ ഉള്ളിൽ ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ശക്തി ഭഗവാൻ തന്നെ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് സനത്കുമാര ഋഷികളെ ശക്തി ആവേശ അവതാരം എന്നും പറയും. ശ്രീമദ് ഭാഗവത്തിലെ നമ്മൾ ആദ്യത്തെ സ്കന്ധത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര പട്ടികകളെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ സനത്കുമാര ഋഷികളും വരുന്നുണ്ട്. എന്നിട്ട് ആ സനത്കുമാര ഋഷികൾ ഭഗവാന്റെ അവതാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശക്തി ആവേശ അവതാരമാണ് ഭഗവാനെക്കുറിച്ചുള്ള അറിവുകൾ നൽകാൻ വേണ്ടി. പിന്നെ പ്രത്യേകിച്ച് വൃന്ദാവനത്തിൽ ഒരു സമ്പ്രദായം തന്നെ ഇങ്ങനെയുണ്ട്, കുമാര സമ്പ്രദായം. അവരിലൂടെ വരുന്ന ഒരു സമ്പ്രദായമുണ്ട്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് വൃന്ദാവന ലീലകളെ കുറിച്ചൊക്കെ, അതായത് ആധ്യാത്മിക അറിവുകളുടെ പല പല തലങ്ങൾ അറിയാവുന്ന മഹാ വ്യക്തിത്വങ്ങളാണ് സനത്കുമാര ഋഷികൾ. ബൃഹത് ഭാഗവതാമൃതത്തിലും നമുക്ക് കാണാൻ പറ്റും, അല്ലേ? കാരണം ഗോപകുമാരൻ സനത്കുമാര ഋഷികളുമായിട്ടൊരു സംവാദമുണ്ട്. അപ്പോൾ സനത്കുമാര ഋഷികളാണ് ഗോപകുമാരനെ അടുത്ത ലോകത്തിലേക്ക് ഉയർത്തുന്നത്. അന്നേരം ആചാര്യന്മാരാണ്. നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ സനത്കുമാര ഋഷികളുടെ കൃപാദങ്ങൾ നമസ്കരിച്ചിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അന്നേരം ബ്രഹ്മദേവൻ എന്ന് പറയുന്നത് പരംപിത ബ്രഹ്മദേവൻ പിതാമഹനാണ്. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ അപ്പൂപ്പൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മുടെ അച്ഛനെക്കാട്ടിയും നമ്മൾ കൂടുതൽ ബഹുമാനിക്കണം നമ്മുടെ അപ്പൂപ്പനെ. അതായത് അങ്ങനെ പോകുമ്പോൾ നമ്മുടെ പരംപിത, ഏറ്റവും നമ്മുടെ പ്രധാനപ്പെട്ട ഈ സൃഷ്ടിയുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ബ്രഹ്മദേവൻ. ബ്രഹ്മദേവന്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ആ ബ്രഹ്മദേവനിൽ നിന്ന് വരുന്ന ബ്രഹ്മദേവന്റെ സ്വന്തം മക്കളാണ് ആര്? സനത്കുമാര ഋഷികൾ.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ബ്രഹ്മദേവന് എത്രത്തോളം പ്രതീക്ഷയും എത്രത്തോളം താല്പര്യം കാണും ആരോട്? സനത് കുമാർ ഋഷികൾ. പക്ഷെ സനത് കുമാർ ഋഷികൾ അന്നേരം ഭഗവാൻ പറഞ്ഞു, നമ്മളൊന്ന് കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ ആഗ്രഹിച്ചു ബ്രഹ്മദേവനോട് സൃഷ്ടികർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി. ബ്രഹ്മദേവൻ അത് സ്വീകരിക്കുകയും ചെയ്തു. പക്ഷെ അതേ ബ്രഹ്മദേവൻ സനത് കുമാര ഋഷികളോട് പറയുമ്പോൾ സനത് കുമാര ഋഷികൾ സ്വീകരിക്കുന്നില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിരീശ്വരവാദികളായിട്ടുള്ള വ്യക്തികൾ ഇതിലൊന്നും താല്പര്യമില്ലാതെ ജീവിക്കുന്നു. ഇനി ഈശ്വര വിശ്വാസം ഉള്ളവരാണെങ്കിൽ ഈ ഈശ്വര വിശ്വാസത്തെയും ആചാര അനുഷ്ഠാനങ്ങളെയും അവരുടെ ഭൗതിക സുഖഭോഗത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. ഇനി ചിലവർ മോക്ഷത്തെ ആഗ്രഹിച്ചാലും അവർ ആഗ്രഹിക്കുന്ന എന്താണ്? സായുജ്യ മോക്ഷമാണ്, ലയിക്കുക എന്ന. അതിനപ്പുറത്താണ് വൈകുണ്ഠപ്രാപ്തി, ഗോലോകപ്രാപ്തി എന്ന് ഞാൻ പറഞ്ഞു. ഇനി വേറെ ചില ആൾക്കാരുണ്ട്, തുടക്കക്കാർ, അതായത് നിരീശ്വരവാദത്തിൽ നിന്നും അല്ലെങ്കിൽ ഈശ്വരനിൽ വിശ്വാസമുണ്ട് പക്ഷെ അധികം അറിവില്ലാത്ത വ്യക്തികൾ. നമ്മുടെ ഭക്തരുടെ ഇടയിൽ അങ്ങനെയുള്ള വ്യക്തികളെ കാണാൻ പറ്റും. അവർ പറയും എല്ലാവരും മോക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന്റെ കാര്യം എന്താവും, അല്ലേ? കമന്റ്സിലിടുക. നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ ചോദിച്ചു കാണും, ഈ ലോകം നടന്ന് മുന്നോട്ട് പോകണ്ടേ? എല്ലാവരും മോക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന്റെ കാര്യം എന്താവും? ആ ഒരു ചോദ്യം ചില വ്യക്തികൾ ചോദിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് സന്യാസിമാരോടും ബ്രഹ്മചാരികളോടും ഈ ചോദ്യം ആൾക്കാർ ചോദിക്കാറുണ്ട്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ നിരർത്ഥകമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ഈ ലോകത്തിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം സത്സംഗത്തിൽ നമ്മൾ പല പ്രാവശ്യം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ജയിലാണ്. ജയിലിൽ കുലപ്പുള്ളികൾ ആരുമില്ല എങ്കിൽ, ക്രിമിനൽസ് ഇല്ല എങ്കിൽ നല്ല കാര്യമല്ലേ? ക്രൈം ചെയ്യുന്നില്ല എന്നല്ല എൻ്റെ അർത്ഥം, ക്രൈം നടക്കുന്നില്ല എന്നല്ലേ അർത്ഥം. അന്നേരം അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൃഷ്ടിയുടെ തുടക്കത്തിൽ ബ്രഹ്മദേവൻ ഒന്നും മനസ്സിലാകുന്നില്ല. ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു ഓരോ കൽപ്പത്തിലും. അവസാനം ഉറങ്ങിക്കഴിയുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബ്രഹ്മദേവന് മനസ്സിലാവുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെയാണ് തപസ് ചെയ്യുന്നത്. അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഭഗവാനെ കാണുമ്പോൾ ബ്രഹ്മദേവൻ സ്തുതിക്കുന്നു. സ്തുതിച്ചതിന് ശേഷം ഭഗവാന് മനസ്സിലാവുന്നു ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മങ്ങളെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായില്ലേ? റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അന്നേരമാണ് ഭഗവാൻ അനുഗ്രഹിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇവിടെയാണ് നമ്മൾ അടുത്തൊരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മദേവനാണ് സൃഷ്ടികർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹം. അതുകൊണ്ട് ഭഗവാൻ ബ്രഹ്മദേവനെ അനുഗ്രഹിക്കുകയാണ്. ഇനി സനത് കുമാര ഋഷികളോട് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഭഗവാൻ ഈ ലോകത്തിനോട് താല്പര്യമില്ല. ജീവജാലങ്ങൾ ഭഗവാനിൽ നിന്നും അകന്ന് ഈ ലോകത്തിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു. ഇനി സാക്ഷാൽ പരംപിത ബ്രഹ്മദേവന് പോലും ഈ ലോകത്ത് വരേണ്ട ആവശ്യം ഇല്ല യഥാർത്ഥത്തിൽ. പക്ഷേ അദ്ദേഹത്തിന് സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ട്. ആ അധികാരം, ഭരണം, ഇത് എനിക്ക് പറയാനുള്ള ഒരു യോഗ്യതയില്ല. ബ്രഹ്മദേവന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല. നമ്മുടെ പരമാചാര്യനാണ് അദ്ദേഹം. പക്ഷേ ഞാൻ ഭാഗവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുക, ഞാൻ ബ്രഹ്മദേവന്റെ തൃപ്പാദത്തിൽ ഒരു പൊടി പോലുമല്ല. അടിയന്റെ ഗുരുവിന്റെ മുമ്പിൽ പോലും ഞാൻ ഒന്നുമല്ല. പിന്നെ പരമാചാര്യനായിട്ടുള്ള ബ്രഹ്മദേവന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല. പക്ഷേ ഇത് തന്നെയാണ് ബ്രഹ്മദേവനെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓർമ്മയില്ലേ ബ്രഹ്മസ്തുതിയിൽ ബദ്ധാത്മാക്കൾ എങ്ങനെ ഭഗവാനെ അറിയാതെ ദുഃഖിതരായിട്ടിരിക്കുന്നു? മനസ്സിലായില്ലേ? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പല ലെയേഴ്സാണ്. ദേവന്മാരുടെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭഗവാനെ അറിയാം, ഭഗവാനിൽ വിശ്വാസമുണ്ട്, ഭഗവാന്റെ സേവനം ചെയ്യാനും താല്പര്യമുണ്ട്. പക്ഷെ ഈ ലോകത്തിരിക്കാനും താല്പര്യം പറ്റുന്നില്ല.
ഇതൊന്നും അറിയാതെ ബദ്ധാത്മാക്കൾ ഈ ഭൂമിയിൽ സുഖിച്ചും ദുഃഖിച്ചും ജീവിക്കുന്നു. ഇനി ഈ ദേവന്മാരെ കഴിഞ്ഞ് ഉയർന്ന സ്റ്റേജിലാണ് ഭഗവാന്റെ പരിശുദ്ധ ഭക്തർ. അവർ ഭഗവാന്റെ ലോകത്തുമുണ്ട്, ഈ ലോകത്തുമുണ്ട്. അവരെന്താ ചെയ്യുന്നത്? ഭഗവാന് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തികൾ. അന്നേരം ഒന്ന് മനസ്സിലാക്കണം, അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തർ ദേവന്മാരെ കാട്ടി ഉയർന്ന സ്ഥാനത്താണ്. കാരണം ദേവന്മാർ ഭഗവാനെ അറിയുന്നു, ഭഗവാനെ ബഹുമാനിക്കുന്നു. പക്ഷെ എന്നാലും അവരുടേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളിൽ നിന്നും പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു. അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മൾ അങ്ങനെ ആയി പോകരുത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ചെറിയൊരു വട്ടത്തിനുള്ളിൽ ഒതുങ്ങി പോകരുത്. നമ്മുടേത്, ഞാൻ, എൻ്റേത് എന്നുള്ള ഒരു ബോധത്തിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ ദേവന്മാരെ പോലെ തുടരേണ്ടി വരും. നമുക്ക് ഭഗവാനുമായിട്ടുള്ള ആഗ്രഹങ്ങൾ കൂടുതൽ ശക്തമായി വർദ്ധിക്കണം. ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിക്കണം. അത് ചെയ്യാതെ നമുക്ക് ഒരു രക്ഷയില്ല. ജീവിതാന്ത്യ വേള വരെ നമ്മുടെ ആ ചെറിയ വട്ടത്തിനുള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ വീണ്ടും ഇതേപോലൊരു വട്ടത്തിനുള്ളിൽ നമുക്ക് വീണ്ടും ജനിക്കേണ്ടി വരും. കാരണം നമ്മുടേതായിട്ടുള്ള ആ വട്ടത്തിൽ നിന്ന് പുറത്തു വരണം. എന്നിട്ട് ഭഗവാന്റെ വട്ടത്തിൽ കയറി വരണം. ഭഗവാനെ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കണം. തുടക്കത്തിൽ വളരെ എളുപ്പമായിട്ട് ആരെയും വിഷമിപ്പിക്കാതിരിക്കാൻ നമുക്കൊക്കെ പറയാം, എല്ലാം ബാലൻസ് ചെയ്ത് പോകും. ബാലൻസ് ചെയ്ത് ഒന്നുമില്ല. ഈ ലോകത്ത് ഒന്നേ ഉള്ളൂ, ഒന്നുകിൽ മായ അല്ലെങ്കിൽ കൃഷ്ണൻ. മായയും കൃഷ്ണനും ഒരുപോലെ ഒരിക്കലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ആസ്വാദനം എന്ന് പറഞ്ഞാൽ കാമം ഉള്ളിടത്ത് കൃഷ്ണനില്ല, കൃഷ്ണൻ ഉള്ളിടത്ത് കാമമില്ല. ഭൗതിക ആസ്വാദനം ഉണ്ടോ, അവിടെ കൃഷ്ണനില്ല. കൃഷ്ണനുണ്ടോ, അവിടെ ആസ്വാദനത്തിൽ താല്പര്യമുണ്ടാകും. അതുകൊണ്ട് നമ്മളെ ഭൗതികപരമായിട്ടുള്ള എല്ലാ ചിട്ടവട്ടങ്ങളിൽ നിന്നും ആ ചെറിയ വട്ടത്തിൽ നിന്നും നമ്മൾ പുറത്തു വന്നേ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വലിയ ബ്രഹ്മദേവനാണെങ്കിൽ പോലും നമ്മൾ ഈ സൃഷ്ടികർമ്മങ്ങളുടെ അകർത്തവ്യം എന്നുള്ള ഒരു ബോധത്തിനുള്ളിൽ ഇരുന്നു പോകും. നമ്മൾ തുടക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭഗവാനെ സൃഷ്ടിയൊന്നും നടക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം ആരാണോ നിലനിർത്തുന്നത്, അദ്ദേഹം ഒന്നും മിണ്ടാതെ ഇങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹം എന്തായാലും ചെയ്യും. പക്ഷെ നമുക്കാണ് അതിനോടുള്ള ഒരു തീവ്രത. മനസ്സിലാവുന്നുണ്ടോ? അതായത് ബ്രഹ്മദേവന് അതീവമായിട്ടുള്ള ഒരു മനസ്സിലാവുന്നുണ്ടോ? ഭക്തർക്ക് കമന്റ്സിലിടും. അന്നേരം ബ്രഹ്മദേവനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. പക്ഷെ അത് ഭഗവാന്റെ താല്പര്യമാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഭഗവാൻ പറയും, സൃഷ്ടികർമ്മങ്ങൾ ചെയ്യൂ എന്ന് പറയും. അതിനനുസരിച്ച് ചെയ്താൽ മതി. പക്ഷെ എന്തു പറയുന്നത്, ഒരു ധൃതി, ഒരു എന്താ പറയുന്നത്, എൻ്റെ കാര്യങ്ങൾ നടക്കണം, ഇത് അടുത്ത് ഇങ്ങനെ നടക്കണം, ഇങ്ങനെ ഒരു സ്പീഡ്, അതിവേഗതയിൽ അദ്ദേഹം തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ആർക്കുണ്ട്? ബ്രഹ്മദേവൻ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. നീ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തല്ലേ, എല്ലാം നിനക്കറിയാം, എന്നാലോചിച്ചോ. എന്നിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. എന്താണ്? നീ സൃഷ്ടികർമ്മങ്ങളൊക്കെ അതിലൊക്കെ പെട്ടാലും അതൊക്കെ ചെയ്താലും നീ ഒരിക്കലും മായയിൽ ബന്ധിതനായി പോകത്തില്ല എന്നൊരു അനുഗ്രഹവും ഭഗവാൻ കൊടുത്തു. എൻ്റെ അർത്ഥം എന്താ? മായയിൽ ബന്ധിതനാകാതെ ഇരുന്നിട്ടും കാര്യമില്ല. മായാദേവിയെ ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് പോകണം. അവിടെ എത്തുന്നവരെ നമ്മൾ സേഫ് അല്ല. നമ്മൾ ഒരു പക്ഷെ ഇവിടെ തന്നെ തുടരും, മായയിൽ വീഴാതെ ഇരിക്കും. ഇത് താൽക്കാലിക ലോകമാണെന്നറിയാം. പക്ഷെ നമ്മൾ ഇവിടെയാണ് തുടരുന്നതെങ്കിൽ പിന്നെ എന്താണ് അർത്ഥം? ഇവിടെ ഇരുന്നിട്ട് മായയിൽ പെട്ടിട്ട് എന്ത് കാര്യം, പെടാതിരുന്നിട്ട് എന്ത് കാര്യം? മെയിൻ ഫോക്കസ് എന്താണ്? ഭഗവാന്റെ അടുത്ത് എത്തുക എന്നതാണ്. അന്നേരം ബ്രഹ്മദേവൻ മായയിൽ പെട്ടില്ല എങ്കിലും ആൾ ഇരിക്കുന്നത് ഇവിടെയാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അന്നേരം നമ്മൾ ഇവിടെ മായയിൽ പെട്ടുപോയാലും പെട്ടില്ലെങ്കിലും നമ്മുടെ പ്രധാന ലക്ഷ്യം ഇവിടുന്ന് ഇറങ്ങുക എന്നതാണ്.
നമ്മുടെ ഭൗതിക ലോകത്തിൽ നിന്നും പുറത്തു വരണം എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഇതാണ് സത്യം പറഞ്ഞാൽ ഞാൻ നമ്മുടെ സത്സംഗത്തിലുള്ള ഭക്തരോട് പറയുന്നത്. നമ്മൾ ജപിക്കുന്നുണ്ട്, വെരി ഗുഡ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സർവീസുകൾ ചെയ്യുന്നുണ്ട്, ഓക്കെ. പക്ഷെ പറ്റുന്ന പോലെയാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കഴിവിൻ്റെ മാക്സിമം ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ആയിപ്പോകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് ഭഗവാൻ എല്ലാം ചെയ്യുന്നത്. ഭാവഗ്രാഹി ജനാർദ്ദന, ഭഗവാൻ നമ്മുടെ ഭാവത്തെ മനസ്സിലാക്കുന്നു. നമ്മുടെ ഉള്ളിലെ ഭാവം അനുസരിച്ചാണ് ഗുരുവായൂരപ്പൻ നമ്മുടെ ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് പുറമേ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ, അതായത് ഒരു വോളണ്ടറി റിട്ടയർമെൻറ്റ് നമുക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല എങ്കിൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് ഈ ലോകത്തിൽ നിന്നും VRS എടുത്തേ പറ്റൂ. അവസാന ശ്വാസം വരെ കാത്തിരിക്കരുത്. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. പരിപൂർണമായിട്ടും 24 മണിക്കൂറും 24/7 നമ്മുടെ ശരീരം, വാക്ക്, മനസ്സ് ഭഗവാനിൽ വേണ്ടി സമർപ്പിക്കണം. സർവസ്വവും ഭഗവാന് വേണ്ടി സമർപ്പിക്കണം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയില്ല എങ്കിൽ ആ അവസ്ഥയിലേക്ക് ഗ്രാജുവലി എത്താൻ വേണ്ടി ഇപ്പോഴേ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ പെട്ടെന്ന് എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് വേണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇന്ന് ഒരു സ്റ്റെപ്പ് എടുക്കുക. എത്രയും പെട്ടെന്ന് 100 സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നവർ ബുദ്ധിമാന്മാർ, അല്ലാത്തവരെല്ലാം മണ്ടശിരോമണികൾ എന്നേ എനിക്ക് പറയാൻ കഴിയും. കാരണം ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. കാരണം എപ്പോഴാണ് മരണം നമ്മളെ വിളിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഓരോ ദിവസം കഴിയും തോറും നമ്മൾ മരണത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ആശങ്കകൾ നമ്മുടെ ഉള്ളിൽ കാണും, നമ്മുടെ കുടുംബാംഗങ്ങൾക്കും കാണും. കാരണം ഇന്നത്തെ കാലത്ത് കൂടുതലും കള്ളപ്രസ്ഥാനങ്ങളാണ് ആധ്യാത്മികതയുടെ പേരിൽ കാണുന്നത്. പക്ഷേ എന്തായാലും നമുക്കെങ്കിലും ബോധ്യമുണ്ടല്ലോ ഇതൊരു ആധികാരികമായിട്ടുള്ള പ്രസ്ഥാനമാണ്. കാരണം ഈ 3 വർഷത്തെ സത്സംഗത്തിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അത് തന്നെ ഫലേന പരിചയത്തെ. ഇപ്പോൾ ഒരുപാട് വ്യാജ ഡോക്ടർമാരുണ്ടെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ നമുക്ക് നല്ല രോഗത്തിന് മാറ്റമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് തുടരേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ പരിപൂർണമായിട്ട് രോഗത്തിൽ നിന്നും മുക്ത അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് നമ്മുടെ ലൈഫ് അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സത്സംഗത്തിൽ കൂടുതലും അമ്മമാരാണ്, പല ഭക്തരും വിവാഹിതരാണ്. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നിർണായക പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു പ്രസ്ഥാനമായിട്ട് വന്നത്, പ്രസ്ഥാനത്തിലേക്ക് എത്തിയതും. അങ്ങനെ ഭഗവത്ഗീത വായിച്ച് ആ പ്രിൻസിപ്പിൾസൊക്കെ ഫോളോ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഇത് ശരിയായിട്ടുള്ളൊരു വഴിയാണെന്ന് എനിക്ക് തോന്നി. അന്നേരം എനിക്ക് മനസ്സിലായി നമ്മുടെ ജീവിതത്തിൻ്റെ അതൊരു ബ്രെയിൻ വാഷിംഗ് സിസ്റ്റം അല്ല. ചില വ്യക്തികൾ അങ്ങനെ തെറ്റിദ്ധരിക്കും, ഇത് എന്തോ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എല്ലാവരും കൊണ്ടുപോകുമല്ലേ എന്ന് എല്ലാവരും പറയും. പക്ഷെ അങ്ങനെയല്ല. കാരണം നമ്മൾ മനസ്സിലാക്കുക. അന്നേരം എനിക്കത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. അന്നേരം അങ്ങനെ ആ സമയത്താണ് ഞാൻ ആ തീരുമാനമെടുത്തത്, പരിപൂർണമായിട്ടും ഭഗവാന്റെ പ്രചരണത്തിൽ ഞാൻ ഏർപ്പെടണം. എൻ്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പൂർണ്ണമായിട്ടും ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിക്കണം എന്നൊരു തീരുമാനമെടുത്തു. അന്നേരം ഞാൻ കണക്ക് പറയുന്നതല്ല, പക്ഷെ അതുകൊണ്ടല്ലേ നമുക്ക് ഈ സത്സംഗം തുടങ്ങാൻ പറ്റിയത്. അത് അന്നെടുത്ത ഒരു വലിയൊരു ത്യാഗം എന്നെനിക്ക് പറയാം. പക്ഷെ അഹങ്കാരം കൊണ്ട് പറയുകയല്ല, അതെൻ്റെ ഒരു സമർപ്പണമായിട്ട്, എൻ്റെ ഗുരു പരമ്പരയ്ക്ക് വേണ്ടി ഒരു സമർപ്പണമായിട്ട് ഞാൻ പറയാം. പക്ഷേ 3 വർഷം കൊണ്ട് കിട്ടിയ റിസൾട്ട്സിൽ ഞാൻ ഒട്ടും തൃപ്തനല്ല. ഒരുപാട് ഇനിയും ചെയ്യാനുണ്ട്. അത് എൻ്റെ കയ്യിലല്ല. നമുക്ക് പ്രവർത്തിക്കാനേ പറ്റൂ, കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കാനേ പറ്റൂ. റിസൾട്ട്സ് എൻ്റെ കയ്യിലല്ല.
അത് ഗുരുവായൂരപ്പനും ശ്രീമതി രാധാറാണിയാണ് നൽകുന്നത്. ഒരു കൂടുതൽ പേരിലേക്ക് ഭഗവാന്റെ സന്ദേശം എത്തിക്കാനും അവർക്കൊക്കെ സേവനം ചെയ്യാനുള്ള ഒരു അവസരം നൽകാൻ വേണ്ടിയാണ്. അല്ലാതെ ഞാൻ ഇവിടെ ഇപ്പം വൃന്ദാവനത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്? കാരണം വൃന്ദാവനത്തിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ അവർക്ക് വന്ന് വൃന്ദാവനത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം. അല്ലെങ്കിൽ വൃന്ദാവനം എന്ന് പറഞ്ഞാൽ എന്നെന്നും എല്ലാവർക്കും ഒരു സ്വപ്നമായിരിക്കും. ഇനി എല്ലാവരുടെയും ജീവിതത്തിൽ ആഗ്രഹം ഗുരുവായൂരിൽ വന്ന് ഒരു വീടെടുക്കുക എന്നാണ്. പക്ഷേ വീട് അവിടെ തന്നെ കാണും. പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഒരു സത്സംഗമില്ല, കീർത്തനമില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു ആശ്രമം പോലെ എന്തെങ്കിലും ഒന്ന് നിലനിർത്താൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ അനുഭവിക്കുന്ന യാതനകൾ ഭക്തർക്ക് അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഭഗവാൻ അറിയാം, എൻ്റെ അടുത്ത് നിൽക്കുന്ന കുറച്ച് ഭക്തർക്ക് അറിയാം. അതായത് ഇതൊരു വലിയ ലോഡാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണക്ക് പറയുന്നതല്ല, അത് കാശിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. ഒരുപാട് ചലഞ്ചസ് നേരിട്ട് കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുകയോ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. ഒരു മൊബൈൽ ഫോൺ കയ്യിൽ കരുതിയാൽ മാത്രം മതി. എന്നിട്ട് അതിൽ ഇൻ്റർനെറ്റിൻ്റെ ചിലവും പിന്നെ എവിടെയെങ്കിലും കിടന്നുറങ്ങാനുള്ള ഒരു സ്ഥലവും അവിടുത്തെ ഒരു നേരത്തെ ഭക്ഷണം, അത്രയും എനിക്ക് ചിലവ് വരുന്നുള്ളൂ. ബാക്കി ഭക്തർ തരുന്ന എല്ലാം സേവിങ്സ് ആയിട്ട് എനിക്ക് വെക്കാം. ആരെയും ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് എവിടെ പോയാലും ഇങ്ങനെ വീഡിയോസ് എടുക്കാം. ഇനി യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് ഓപ്ഷനും കൂടെ കൊടുത്താൽ അതിൽ നിന്നും കാശ് കിട്ടും. അതുകൊണ്ട് ഭക്തർ കുറച്ചും കൂടെ മനസ്സിലാക്കുക നമ്മൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്. ഭക്തർ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ ഒന്നും കൂടെ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അന്നേരം ഇതേപോലെ എല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി ഈ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്ക് കിട്ടിയ അതേ അവസരം വേറെ ഭക്തർക്കും കിട്ടണം. അവരെയും കൈപിടിച്ച് ഉയർത്തണം മുന്നോട്ട് ഭക്തിയിൽ. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്നും ആരും അതിൽ അമാന്ത്യം കാണിക്കരുത്. നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥതയിൽ ഒതുങ്ങിക്കൂടരുത്. കാരണം നമ്മൾ ഈ അവസരം കൊടുത്തില്ലെങ്കിൽ പിന്നെ ആര് കൊടുക്കാനാണ്, അല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അതേപോലെ സനത് കുമാർ ഋഷികളും ബ്രഹ്മദേവൻ പറഞ്ഞു സൃഷ്ടികർമ്മങ്ങൾ ആരംഭിക്കുമെന്ന്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള തപോബലം കൊണ്ട് ബ്രഹ്മദേവന്റെ ഇഷ്ടപ്രകാരം ഓരോരോ സൃഷ്ടികൾ നടത്താമായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു ഇല്ല, താല്പര്യമില്ല. നമുക്ക് ഭഗവാന്റെ സന്ദേശത്തിൽ പ്രചരിപ്പിക്കുന്നതിലാണ് താല്പര്യം. ആത്മസാക്ഷാത്കാരം, അതായത് നമ്മുടെ ജീവിതം സാർത്ഥകമാക്കുക, മറ്റുള്ളവരുടെ ജീവിതം സാർത്ഥകമാക്കുവാൻ സഹായിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് സനത് കുമാർ ഋഷികൾ പറഞ്ഞു. അന്നേരം ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അച്ഛൻ്റെ നിർദ്ദേശങ്ങളെ ധിക്കരിച്ചു. പക്ഷേ പരമോന്നതനായിട്ടുള്ള നമ്മുടെ അച്ഛൻ ഭഗവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അന്നേരം ആ ഒരു ലക്ഷ്യത്തെ പൂർത്തീകരിക്കുക എന്നതാണ് പരമോന്നത ഉത്തരവാദിത്വം. അന്നേരം തീർച്ചയായിട്ടും അച്ഛനും അമ്മമാരെ പട്ടിണിക്കിട്ടിട്ട് നമ്മൾ ആധ്യാത്മിക എന്നുള്ള പേരിൽ എല്ലാം ഉപേക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹത്താൽ അവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഭഗവാന് വേണ്ടി, അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടില്ല, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഉറങ്ങുന്നതിനും അവർക്കൊന്നും ഇത് ബുദ്ധിമുട്ടില്ല എങ്കിൽ പിന്നെ ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് ഞാൻ ഈ സത്സംഗം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്. അല്ലാതെ ബാക്കിയുള്ള എത്ര കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അതിൻ്റെ ഒരിക്കലും അവരുടെ ആവശ്യങ്ങൾ അതിന് ഒരു അതിരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ആധ്യാത്മിക പരിശീലനം എടുക്കുന്ന നമുക്ക് പോലും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അന്നേരം ഇതിൽ ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തികൾക്ക്, ആശകൾക്ക് ഒരു അതിരുണ്ടാകുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവരുടെ ആവശ്യകതകൾ ഒരിക്കലും തീരത്തില്ല എന്ന പരമോന്നത സത്യം നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് ബേസിക് നെസസിറ്റീസ് അധികം ബുദ്ധിമുട്ടില്ലാതെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് VRS എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിത് ആരംഭിച്ച സമയത്ത് ഒന്നുമില്ലായിരുന്നു. ഒരു 21ാമത്തെ വയസ്സിൽ തുടങ്ങുന്ന സമയത്ത് എന്ത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചത്. പക്ഷെ ഇന്ന് വരെ എനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ല. കാരണം എന്താ,
ഭഗവാന് വേണ്ടി ഇറങ്ങുമ്പോൾ ഭഗവാൻ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നോക്കും എന്നൊരു വിശ്വാസം. നോക്കിയാലും ഇല്ലെങ്കിലും. പക്ഷെ ഇതുവരെയും ഭഗവാൻ എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, എൻ്റെ പ്രതീക്ഷകളെ തകർത്തിട്ടില്ല. ഇനി ഞാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നേരത്തെ ആഹാരം, ഒരു നേരത്തെ താമസിക്കുക, എവിടെ വേണമെങ്കിലും എനിക്ക് നിന്നൂടെ. എന്താണ് ബുദ്ധിമുട്ട്? വൃന്ദാവനത്തിൽ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ ബാബാജി പറയുന്നത് ഇവിടെ നിൽക്കൂ, ഇവിടെ നിൽക്കൂ എന്നാണ്. വൃന്ദാവനത്തിൽ തന്നെ ഒരു 10-20 സ്ഥലമുണ്ട് എനിക്ക് നിൽക്കാനായിട്ട്. ഞാൻ ഒന്നും ചെയ്യേണ്ട, അവിടെ ചെന്ന് ജപിച്ച് അവരുടെ കൂടെ തീർന്നാൽ അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് രാധാറാണിയുടെ കാരുണ്യം എന്നേ പറയണ്ട, അല്ലാതെ എനിക്കെന്ത് യോഗ്യതയുള്ളൂ. എന്നിട്ടും നമ്മളിവിടെ ഒരു വാടകയ്ക്ക് ഒരു സ്ഥലം എടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കും. അതേപോലെ കേരളത്തിലുടനീളം ഇപ്പോൾ നിങ്ങളെല്ലാ ഭക്തരും ഉണ്ട്. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഏത് ജില്ലയിൽ വരാൻ ആഗ്രഹിച്ചാലും നിങ്ങളെല്ലാവരും ഒരു 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 സ്ഥലം എനിക്ക് തരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം. അതുകൊണ്ട് എവിടെ പോയാലും എനിക്ക് സ്ഥലമുണ്ട്. പക്ഷെ അതല്ലല്ലോ ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ പേരിലേക്ക് ഭഗവാന്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ഒരു ലക്ഷ്യത്തെ നമ്മൾ സത്സംഗത്തിലുള്ള എല്ലാ ഭക്തരും, അതായത് എല്ലാം ഒതുങ്ങിയിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ പിന്നെ ഒന്നും കാണത്തില്ല. ഞാൻ എൻ്റെ കർത്തവ്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് പോകും. അങ്ങനെ പോകുമ്പോൾ പിന്നെ ഇപ്പോൾ ഞാൻ ഉള്ളിടത്തോളം കാലം നിങ്ങൾ കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ പറ്റും. ശ്രീല പ്രഭുപാദ്ജി ഉള്ള സമയത്ത് എല്ലാവരും ഒത്തൊരുമിച്ച് അദ്ദേഹത്തെ സഹായിച്ചെങ്കിൽ മാത്രമേ പ്രചരണം മുന്നോട്ട് പോകത്തുള്ളൂ. അത് അങ്ങനെ ശിഷ്യരെല്ലാവരും ഒത്തുകൂടി ഒരു കർത്തവ്യ ബോധത്തോടു കൂടി ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇത്രയും വലുതായത്. എന്നാൽ അതേപോലെ ഭക്തരെല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നെനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. ഇപ്പോഴും കുറേ ഭക്തരുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം പോലും നടത്താത്ത കുറേ പേരുണ്ട്. അതിൽ ഞാൻ കുറ്റം പറയുന്നതല്ല. ഇതുകൊണ്ട് നിങ്ങൾക്ക് നന്മയെ വരൂ എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. അതാണ് കാരണം, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകും. അല്ലാതെ ഞാൻ എന്തിനു വേണ്ടി ഇങ്ങനെ ഇറങ്ങി തിരിച്ചു, അത് എനിക്ക് എൻ്റെ ഒരു കർത്തവ്യമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ആ ഭഗവാന്റെ സേവനത്തിൽ പരിപൂർണമായിട്ട് ഇറങ്ങി തിരിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ നിങ്ങളുടേതായിട്ടുള്ള കർത്തവ്യങ്ങളാണ് ഈ പ്രസ്ഥാനത്തിനെ ഇനി മുന്നോട്ട് അടുത്ത ലെവലിലേക്ക് ഉയർത്തുക. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. എല്ലാവരും മുന്നോട്ട് വരുന്നില്ല. കുറേ പേര് അവരുടേതായിട്ടുള്ള ചട്ടക്കൂട്ടത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. ഞാൻ എത്ര പറഞ്ഞാലും അവർക്കത് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒന്നുമില്ലാത്തതിനെക്കാട്ടി നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പരാതിയും പരിഭവങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങൾ എത്രത്തോളം ഭഗവാന് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്തോളം നിങ്ങൾ എല്ലാവരും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഇനിയും പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തായാലും അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എനിക്ക് ഒരുപാടുണ്ട്. കാരണം ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ ഈ ഗുരു ശിഷ്യ പരമ്പരയ്ക്കും ഭഗവാന് വേണ്ടിയാണ് എന്നെല്ലാവരും മനസ്സിലാക്കുക. അതാണ് നമ്മൾ ഈ സത്സംഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഇന്ന് ഉച്ചയ്ക്ക് മാക്സിമം നമുക്ക് ഗർഗഭാഗമൊന്നും എടുക്കാൻ നോക്കാം. അഥവാ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം കേട്ടോ. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സുശ്രാധ മദൻ ഗോപാൽജിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.